എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ പുലാവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 500 ഗ്രാമോളം ചെമ്മീൻ എടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി നല്ലതുപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ചതച്ചതിട്ട് 1-2 സ്പൂണ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇതിന് എരിവിന് വേണ്ട പച്ചമുളകാണ് ഞാനിതിലിട്ടത്. പിന്നെ ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ഒരു 5-6 പച്ചമുളക് ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ഇനി എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി സ്മൂത്ത് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണിത്. കുറച്ച് ചെമ്മീനൊക്കെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടി ഒരു റൈസായിട്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് അതൊന്ന് വാടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് നേരത്തെ കഴുകി ഊറ്റി വെച്ച അരിയാണ്. ഞാനിവിടെ നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന ജീരകശാല അരിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബസ്മതി അരി ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഉണ്ടാക്കാം, അതാണ് കൂടുതൽ നന്നാവുക. ഞാനിവിടെ ഒരു 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. അത് അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ യോജിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് അരിക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഉപ്പുണ്ടൊക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്യുക. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി ഒരു പകുതി വേവായിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അടച്ച് വേവിച്ചെടുക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. അടുത്തൊരു വീഡിയോ ആയിട്ട്